നമസ്തേ. മാസപ്പിടി കേസിന് നടക്കുക ഡൽഹിയിൽ. റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരുടെ ജീവൻ അപായപ്പെടുത്താൻ പാർട്ടി ഗുണ്ടകളെ തെരുവിലിറക്കിയ CPM-നെയും പിണറായിയെയും വീണയെയും വെട്ടിലാക്കുന്ന കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. കോടതി വിധിക്കനുസരണമായി അന്വേഷണത്തിന് വന്ന ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംസ്ഥാന CPM നേതാക്കൾ തടയാൻ ശ്രമിച്ചില്ലെന്നും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സംരക്ഷണവും ഇഡി ഉദ്യോഗസ്ഥർക്ക് കിട്ടിയില്ലെന്നും അവർ നോക്കുകുത്തികളായിരുന്നുവെന്നും IB റിപ്പോർട്ട് കൈമാറി. സംസ്ഥാനത്ത് ഭരണം മാറിയിട്ടും മുൻ പിണറായി സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതാണ് ഇതിന് കാരണമായി കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നത്. ഈ റിപ്പോർട്ട് വളരെ ഗൗരവമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോക്കിക്കാണുന്നത്. കൂടാതെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ വിശദാംശം ആവശ്യപ്പെട്ടു. ഈ കേസിന്റെ തുടർ നടപടികൾ ഇനി കേരളത്തിൽ നടത്തുന്നത് ശരിയാവില്ല എന്ന നിലപാടിലാണ് ഇഡി ഡയറക്ടറേറ്റ് ഉറച്ചു നിൽക്കുന്നത്. ഉടൻ തന്നെ ഡൽഹി യൂണിറ്റിലേക്കും ഡൽഹി കോടതിയിലേക്കും കേസന്വേഷണം മാറ്റുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇനി നടക്കുക ഡൽഹി ഇഡി ഓഫീസിൽ വെച്ചായിരിക്കും. കേരളത്തിൽ ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ കേസ് അപ്പാടെ ഡൽഹിയിലേക്ക് മാറ്റിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ പോലും അനുകൂല വിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മാരകമായ ഇഷ്ടികകളും സിമന്റ് കട്ടകളും ചില്ലുകുപ്പികളും ഉപയോഗിച്ച് എറിഞ്ഞും കൈകൊണ്ട് ഇടിച്ചുമാണ് CPM പ്രവർത്തകർ ഇഡിയുടെ 2 വാഹനങ്ങൾ തകർത്തതും വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചതും. ഇഡി സംഘം 10 മിനിറ്റിലധികമാണ് ക്രോധിതരായ ഈ ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടന്നത്. പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാനോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനോ സാധിച്ചില്ലാതാനും. ഇഡി നടത്തുന്ന അന്വേഷണവും സമൻസ് അയക്കുന്നതും സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹൈക്കോടതി ഹർജിയിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി മുൻപാകെ പലതവണ വിഷയമെത്തി. ഇതിനിടെ ഉദ്യോഗസ്ഥർ ഇഡി മുൻപാകെ ഹാജരാവുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. 24 മണിക്കൂറിലധികം തങ്ങളെ ചോദ്യം ചെയ്തെന്ന് ഇവർ കോടതിയെ അറിയിക്കുകയും ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കലും ഇതിനിടെ ഉണ്ടായി. ശശിധരൻ കർത്തയെ ഇഡി വീട്ടിലെത്തിയും ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വാദം പൂർത്തിയാക്കി കോടതി കേസ് വിധി പറയാനായി മാറ്റിയത്. ഇന്നലെ രാവിലെ 10:20 ഇഡി അന്വേഷണത്തിനെതിരെയുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ചിരുന്നു. തൊട്ടു പിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും ഈ ആവശ്യം ഇഡി ശക്തമായി എതിർക്കുകയായിരുന്നു. എന്നാൽ മിന്നൽ നീക്കം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ഹൈക്കോടതി സിംപിൾ ബെഞ്ചിന്റെ ഉത്തരവിലുണ്ടായിരുന്നു. ആദായ വകുപ്പിന്റെ എൻസ്റ്റൈം സെറ്റിൽമെന്റ് ബോർഡ് വിധി വന്നതിനു ശേഷം 2024 ഏപ്രിലാണ് ഇഡിയുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അന്നു മുതൽ സിംഗിൾ ബെഞ്ച് മുൻപാകെ ഈ ഹർജിയുണ്ട്. ഇഡി നടത്തുന്ന അന്വേഷണം സമൻസ് അയക്കുന്നതും സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ഹൈക്കോടതി മുൻപാകെ പലതവണ വിഷയമെത്തി. ഇതിനിടെ ഉദ്യോഗസ്ഥർ ഇഡി മുൻപാകെ ഹാജരാവുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. 24 മണിക്കൂറിലധികം തങ്ങളെ ചോദ്യം ചെയ്തെന്ന് ഇവർ കോടതിയെ അറിയിക്കുകയും ചോദ്യം ചെയ്യലിന്റെ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകളും സംരക്ഷിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കലും ഇതിനിടെ ഉണ്ടായി. ശശിധരൻ കർത്തയെ ഇഡി വീട്ടിലെത്തിയും ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വാദം പൂർത്തിയാക്കി കോടതി കേസ് വിധി പറയാനായി മാറ്റിയത്. ഇഡിക്ക് കേസുമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വിധിയിൽ ഉണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സെക്ഷൻ 50 പ്രകാരം ഇഡി നൽകിയ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. എന്നാൽ സമൻസ് ഘട്ടത്തിൽ കേവലം സത്യം ബോധിപ്പിക്കാനോ രേഖകൾ ഹാജരാക്കാനോ മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്നതിനാൽ ഈ ഘട്ടത്തിൽ ഹർജിക്കാർക്ക് യാതൊരുവിധ അവകാശ ലംഘനവും ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ ഹർജി നിലനിൽക്കുന്നതല്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ഷെഡ്യൂൾ കുറ്റകൃത്യത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾക്ക് ഇഡിക്ക് അധികാരമില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ മറ്റൊരു വാദം. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണങ്ങൾക്കും വസ്തുതകൾ താൽക്കാലികമായി കണ്ടുകെട്ടുന്നത് പോലെയുള്ള സിവിൽ നടപടികൾ ആരംഭിക്കുന്നതിനും FIR രജിസ്റ്റർ ചെയ്യണമെന്നത് ഒരു മുൻ വ്യവസ്ഥയല്ലെന്നും സുപ്രീം കോടതി വിധി മുൻനിർത്തി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ആദായ നികുതി വകുപ്പ് ഇൻസ്റ്റൈം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് ഹർജിക്കാർക്ക് ലഭിച്ച പ്രോസിക്യൂഷൻ ഇളവ് ആദായ നികുതി നിയമപ്രകാരമുള്ള നടപടികൾക്ക് മാത്രമുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കിയതാണ്.
കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള നടപടികളിൽ നിന്നും ഈ ഇളവ് വഴി ഹർജിക്കാർക്ക് പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും കോടതി പറയുന്നു. SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ മറ്റൊരു നിരീക്ഷണം. SFIO കമ്പനികാര്യ മന്ത്രാലയത്തിന് അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷമേ ഇഡിക്ക് നടപടിയെടുക്കാൻ സാധിക്കൂവെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ കമ്പനി നിയമത്തിന്റെ സെഷൻ 447 പ്രകാരമുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് SFIO ഹർജിക്കാർക്കെതിരെ കോടതിയിൽ പരാതി നൽകിയിരുന്നു. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഷെഡ്യൂൾ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ തങ്ങൾക്കെതിരെ ഷെഡ്യൂൾ കുറ്റകൃത്യമല്ലെന്ന് ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ലെന്നാണ് കോടതി വിലയിരുത്തിയത്. ചുരുക്കത്തിൽ കേവലം അന്വേഷണത്തിന്റെ ഭാഗമായി സമൻസ് അയച്ചതിൽ ഇടപെടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. ഇതോടെയാണ് മിന്നൽ വേഗത്തിൽ ED പ്രവർത്തിച്ചത്. കേരളത്തിൽ വിവിധ ഇടങ്ങൾക്ക് പുറമെ ബംഗളൂരുവിലും ഒരേ സമയം നടത്തിയ റെയ്ഡാണ് മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ തന്നെ പാർട്ടി ഗുണ്ടകൾ മുഖേന ആക്രമിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.